പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിസ്തുവിൽ നമുക്ക് പ്രത്യേകമായി പണ്ഡിതരായ ആൻ്റണി, ജോണി, ഫ്രാൻസിസ്, ജോസഫ്, പയ്യപ്പള്ളി ജോസഫ്, മേരി, കുഞ്ഞിമോൻ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ വിശുദ്ധ പീറ്റർ ക്രിസോഗാലസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സുവിശേഷ പ്രഘോഷകനായ ദൈവത്തിൻ്റെ സാമ്രാജ്യം ലോകത്തിനു വേണ്ടി പ്രഘോഷിച്ച ആ വിശുദ്ധൻ്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് യേശുവിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷകരായി തീരുവാനുള്ള കൃപയ്ക്കായി അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മിപ്പിക്കുക ദൈവം എങ്ങനെയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. കുശവൻ എങ്ങനെയാണോ തൻ്റെ പാത്രം മെനയുന്നത്, ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയാലേ നമ്മളതിൻ്റെ പൂർണ്ണമായ ഒരു രൂപത്തിലും ഭാവത്തിലും എത്തിച്ചേരും. അതേ രീതിയിലുള്ള ഒരു രൂപാന്തര പ്രക്രിയയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. തീർച്ചയായും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് നമ്മൾ പരാതി പറയുന്നു. പക്ഷേ അവിടെയെല്ലാം ദൈവം തനിക്കിഷ്ടമുള്ളവരെ നല്ല രീതിയിൽ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തും. പലപ്പോഴും ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി നമ്മൾ ജീവിക്കാതെ പോയിട്ടുണ്ട്. ആ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ഈ വിശുദ്ധ ബലിക്കായി വരികയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ എനിക്കെതിരെയായ പരിശ്രമത്തോടും എല്ലാ മാനവന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മെത്രാനായ വിശുദ്ധ പീറ്റർ ക്രിസോഗാലസിനെ അങ്ങ് അവതരിപ്പിച്ച വചനത്തിൻ്റെ നിസ്തുല പ്രഘോഷകനായി തീർത്തുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങേ രക്ഷാകര രഹസ്യങ്ങൾ ഹൃദയത്തിൽ സദാ ധ്യാനിക്കുവാനും പ്രവൃത്തികളിൽ വിശ്വസ്തയോടെ പ്രകടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ജെർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ജെർമിയായോട് അരുളി ചെയ്തു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരിക്കും. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ വരും. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുന്നു എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ
കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദേവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും. നിങ്ങളിതെല്ലാം ഗ്രഹിച്ചു? അവൻ ചോദിച്ചു. ഉവ്വ്, അവൻ മറുപടി പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും വീണ്ടെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാവമെല്ലാം നീക്കം ചെയ്യട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നു ഒരു കുശവൻ്റെ വീട്ടിലേക്ക് ജെറമ്യാസ് പ്രവാചകനെ അയക്കുന്നതായി. അതിന് പ്രത്യേകമായ ഒരു ദൗത്യമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ആ കുശവൻ എന്താണോ ആ കളിമണ്ണിനോട് ചെയ്തത്, കളിമണ്ണിനെ ചവിട്ടി അതിനെ കുഴച്ച് അതിനെ പാകപ്പെടുത്തി അതിനാവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ച് എങ്ങനെയാണ് അതിനെ എടുത്ത് അതിൻ്റെ പൽച്ചക്കത്തിൽ വെക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ കുശവന് ഇഷ്ടമുള്ള അതിന് മനസ്സിലുള്ള ഒരു രൂപമാക്കിയാണ് ഒരു പാത്രത്തിൽ വെക്കുന്നത്. മണ്ണിന് ഇഷ്ടമുള്ളതല്ല, അല്ലെങ്കിൽ പാത്രത്തിന് ഇഷ്ടമുള്ളതല്ല, കുശവൻ്റെ ഇഷ്ടമുള്ളത്. അതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ഞാൻ വളർത്തിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ആ പ്രവാചകൻ വഴി ഇസ്രായേലിന് സന്ദേശം നൽകുക. കുശവൻ എങ്ങനെയാണ് കളിമണ്ണ് കൊണ്ട് മൺപാത്രം രൂപപ്പെടുത്തുന്നത്, അപ്രകാരം ദൈവം തനിക്കിഷ്ടമുള്ളവരെ രൂപപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് രൂപാന്തരപ്പെടുത്തുന്നവരെ തനിക്ക് അനുരൂപരായി വളർത്തുന്നുവെന്ന്. ചില പാത്രങ്ങൾ എല്ലാം തന്നെ ഉപയോഗത്തിനായി എടുക്കുന്നില്ല. ചില പാത്രങ്ങൾ അംഗഭംഗം, അതെല്ലാം വീണ്ടും ഉടച്ച് വീണ്ടും രൂപാന്തരപ്പെടുത്തി നല്ല ഭംഗിയുള്ള പാത്രങ്ങളാക്കി കുശവൻ തീർക്കും. ഉണ്ടാക്കുന്ന ചില പാത്രങ്ങൾ പൂജാമുറികളിലും, ചിലത് അടുക്കളയിലും, ചിലത് വീട്ടുപകരണങ്ങൾക്കായി, മറ്റ് ചിലവ തോട്ടത്തിലും, അങ്ങനെ എവിടെ എന്ത് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമോ ആ ആവശ്യങ്ങൾക്കെല്ലാമായിട്ട് ഉപയോഗിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യരാകുമ്പോൾ നമ്മുടെ സ്ഥാനം വലുതായിരിക്കും. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണെങ്കിൽ അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ നമ്മൾ, പിതാവേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള പ്രാർത്ഥന മാറി എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാകും. പാത്രം ആ കുശവനോട് പറയുന്നു, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെയല്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്. പക്ഷേ ദൈവത്തിന് നമുക്ക് ഓരോരുത്തർക്കുമായിട്ടൊരു പദ്ധതിയുണ്ട്. തീർച്ചയായും ആ പദ്ധതി അനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു കളിമൺ പോലെ ആകുകയാണെങ്കിൽ ദൈവത്തിന് അനുരൂപമായിട്ടുള്ള, ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുരൂപമായിട്ടുള്ള ഒരു പാത്രമായി നമ്മൾ തീരും. അതിൻ്റെ നിർമ്മിതിക്കായി നമുക്ക് ദൈവമായി പൂർണ്ണമായി സഹകരിക്കാം. കഷ്ടപ്പാടുകളിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയപ്പോഴും ഓർക്കുക, ദൈവമാണ് നമ്മളെ വിളിച്ചത്, ദൈവമാണ് നമ്മളെ അയച്ചത്, ദൈവമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായും ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ചേർത്തുകൊണ്ട്, ദൈവത്തോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് അനുരൂപമാക്കി തീർക്കാം. അതിനുള്ള കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി ഈ ഫെസ്റ്റിവലിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കനിവോടെ സ്വീകരിക്കാം.
സഹോദരൻ, നമ്മുടെ ഈ വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സഹോദരന്റെ നന്മയ്ക്കുമായി അങ്ങേക്കരവിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ എല്ലായ്പ്പോഴും നയിക്കുന്ന കർത്താവേ, അങ്ങേ സമൃദ്ധിയിൽ ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ചകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൃപയുടെ ശക്തമായ പ്രവർത്തനത്താൽ ഈ പരിശുദ്ധ പരമ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവീശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങൾ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നുള്ളത് അങ്ങയുടെ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്കവ രക്ഷയ്ക്ക് ഉപകരിക്കുമല്ലോ. ആകയാൽ മാലാഹവൃതങ്ങളോട് ഒന്നുചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവ്വം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഇരുവമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മാഹിയും വിണ്ടലവും, നിറഞ്ഞു മാഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും പ്രൗഢമായ അങ്ങ് സത്യമായും പരിശുദ്ധരാകുന്നു. ആകയാൽ അങ്ങയുടെ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാകുന്നു. ഇനി ഞങ്ങൾക്കായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ ഉയർപ്പും മരണവും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ കൽപ്പറമ്പിൽ ജോസഫ് മെത്രാപ്പൊലിത്തായോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസൻ ആൻ്റണി, ജോണി ഗോമസ്, ഫ്രാൻസിസ് ഫെർണാണ്ടസ്, ജോസഫ് മെൽക്കുംസേരി, പയ്യപ്പള്ളി ജോസഫ്, പയ്യപ്പള്ളി മേരി, പയ്യപ്പള്ളി കുഞ്ഞുമോൻ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ വർണ്ണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായി ചേർന്ന് ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശീർവത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മിസ്റ്റർ ജോൺ ബോസ്കോയോടും മിസ്റ്റർ പീറ്റർ കിർലോസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്തെ അനുഭവകൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെല്ലായ്പ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃപ്പൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത് അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും
എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ നിത്യസ്മാരകമായ ദിവ്യകുദാശങ്ങൾ സ്വീകരിച്ച് അവിടുന്നീയമായ സ്നേഹത്താൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ദാനം ഞങ്ങൾ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവേൻ. ക്രൈസ്തവ സംഗീതമേ മേരി മനോഹരിയേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാം. സ്നേഹനാഥേ, കൂരിരുൾ തിങ്ങിടുന്നീ കണ്ണീരിൻ താഴ്വരയിൽ അമ്മേ, നിൻ മക്കൾക്കായി നീ പ്രാർത്ഥിക്കാം. സ്നേഹനാഥേ, ക്രൈസ്തവ സംഗീതമേ മേരി മനോഹരിയേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാം. സ്നേഹനാഥേ. ഓ മറിയമേ, ഓ മറിയമേ, ഏറ്റവും അനുഗ്രഹീതയായ കന്യകയെ, ഏറ്റവും അനുഗ്രഹീതയായ തിരുസഭയെ കാത്തുരക്ഷിക്കുന്ന അമ്മേ, തിരുസഭയെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളുടെ സഹായമേ, ഞങ്ങളുടെ സഹായമേ, വിശ്വാസത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നിർമ്മലതയിലും ജീവിക്കുന്നതിനും ജീവിക്കുന്നതിനും അങ്ങേ തിരുക്കുമാരന്റെ കുരിശ് അങ്ങേ തിരുക്കുമാരന്റെ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പാപികളായ ഞങ്ങളെ പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹം നിറഞ്ഞ അമ്മേ, രോഗപീഠകളിലും രോഗപീഠകളിലും ആപത്തുകളിലും ആപത്തുകളിലും തിന്മയുടെ ശക്തിയിലും തിന്മയുടെ ശക്തിയിൽ ആധ്യാത്മിക ശത്രുക്കളുടെ ആധ്യാത്മിക ശത്രുക്കളുടെ പരീക്ഷകളിൽ നിന്ന് പരീക്ഷകളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളുടെ സമീപസ്ഥയായിരുന്ന ഞങ്ങൾക്ക് സമീപസ്ഥയായിരുന്ന അങ്ങേ തിരുക്കുമാരന്റെ പക്കൽ അങ്ങേ തിരുക്കുമാരന്റെ പക്കൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതൃവും ശരണവുമേ, സ്വസ്തി. ഹവ്വായുടെ പുറത്തുള്ള മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെയും താഴ്വരയിൽ നിന്ന് നീക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിലവിളിപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതൃകയും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഞങ്ങളുടെ മാതാവും സഹായവുമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുൾ ചെയ്തുകൊണ്ടും മനുഷ്യരുടെ ആത്മീയ ഭോജനമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ടും ഞങ്ങളുടെ മുൻപാകെ സക്രാരിൽ എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ ഈ സ്നേഹത്തിൻ്റെ ഉദാസി സ്വീകരിക്കുന്നതിനും സന്ദർശിക്കുന്നതിനുള്ള ആഗ്രഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. യുവതി യുവാക്കൾ തങ്ങളുടെ നിർമ്മലത അപങ്കരം പാലിക്കുവാനുള്ള ദിവ്യ ഔഷധം ഈ
കൂദാശയിൽ കണ്ടെത്തട്ടെ. സ്നേഹനാഥ, ഈ അനുഗ്രഹങ്ങൾ അങ്ങയുടെ വത്സല മാതാവും ഞങ്ങളുടെ സഹായവുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് തന്നുള്ളണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി പരിശുദ്ധ തട്ടാഴ്ത്തമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകന്റെ മാതാവായ മറിയമേ, തിരുസഭയുടെ തലവനായ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ ആത്മീയ നേതാക്കളെയും കാത്തു പരിപാലിക്കുകയും അവർക്ക് ആവശ്യമായ വിവേകവും വിജ്ഞാനവും നൽകി സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ലോകത്തിൽ സമാധാനവും സ്നേഹവും സ്ഥാപിക്കുന്നതിന് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അശരണയുടെ ആരംഭമായ മറിയമേ, ദാരിദ്ര്യക്ലേശം അനുഭവിക്കുന്നവരുമായ ദൈവം നൽകിയ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനുള്ള സന്മനസ് രാഷ്ട്രങ്ങൾക്കും വ്യക്തികൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, എല്ലാ യുവതിയുവാക്കളെയും അങ്ങയുടെ സംരക്ഷണത്തിൽ കാത്തുകൊള്ളണമേ. മദ്യം, മയക്കുമരുന്ന് മുതലായ ക്ഷണികമായ സുഖസന്തോഷങ്ങളുടെ മായ വലയത്തിൽപ്പെട്ടവരല്ലാതെ സുഗതപാതയിലൂടെ അവർ നയിക്കപ്പെടട്ടെ. ധാരാളം വൈദിക സന്യാസം ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന രാജ്ഞിയായ മറിയമേ, ഈ ലോകത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ ഈ ലോകത്തിൽ സ്ഥാപിച്ച സമാധാനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വർഷിക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വ്യാകുലം അനുഭവിച്ച മാതാവേ, ശാരീരികവും മാനസികവുമായ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാവർക്കും ആരോഗ്യദായകനായ അങ്ങേ തിരുക്കുമാരൻ്റെ ദിവ്യകാര സ്പർശം ലഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയും സഹായവുമായ മറിയത്തോടുള്ള പ്രാർത്ഥന. ഏറ്റവും അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകയെ, ഞങ്ങളുടെ സഹായമേ, പാപികളായ ഈ മക്കളെ കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേപ്പക്കൽ അഭയം തേടുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നിത്യം അങ്ങ് തുണയായിരിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ അമ്മേ, അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് അങ്ങേ മാതൃസഹജമായ കാരുണ്യത്താലും യോഗ്യതകളാലും എളിഭാവിയായ ഞാൻ എൻ്റെ മുഴു ഹൃദയത്തോടെ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം നമുക്ക് മാതാവിന് സമർപ്പിക്കാം. എനിക്ക് ലഭിച്ചു തരണമേ എന്ന് അങ്ങയോട് ഞാൻ
സഹായം കർത്താവിൻ്റെ നാമത്തിൽ. നന്മ നിറഞ്ഞു മറിയമേ, നിനക്ക് സൃഷ്ടി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ, അവിടുത്തെ സംരക്ഷണം ലഭിക്കുന്നതിനായി ഞങ്ങൾ അണയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ അപേക്ഷകളെ നിരസിക്കാതെ കൃപാവതിയും ഭാഗ്യവതിയുമായി ഗതികയെ അങ്ങ് ഞങ്ങളെ എല്ലാ മുഖതകളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങ് പരിശുദ്ധാരൂപിയുടെ സഹായത്തോടെ നിത്യഗതിയും മാതാവുമായ മറിയത്തിൻ്റെ ശരീരവും ആത്മാവും അവിടുത്തെ പുത്രൻ്റെ അധിവാസത്തിന് യോഗ്യമാക്കിയുണ്ട്. ആ അമ്മയുടെ സ്മരണയിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ മധ്യസ്ഥയാൽ ഇപ്പോഴുള്ള അപകടങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ